നിങ്ങളുടെ വിവാഹം ഞാനാണ് നടത്തി തന്നത് പറഞ്ഞ് സച്ചിയേട്ടൻ എന്നോട് വഴക്കിടാത്ത ദിവസങ്ങളില്ല. എന്നിട്ടും ഞങ്ങൾ സന്തോഷത്തോടുകൂടി ഇപ്പോഴും കഴിയുന്നില്ലേ? പിന്നെ സച്ചിയേട്ടൻ്റെ അമ്മ അവരെന്നെ എപ്പോഴും വഴക്ക് പറഞ്ഞു. പക്ഷേ അതവരുടെ സ്വഭാവം, ഞാൻ അത്രയേ കരുതുന്നുള്ളൂ. പക്ഷേ അതിനേക്കാൾ സ്നേഹിക്കുന്ന ഒരച്ഛനുണ്ട് എനിക്കവിടെ. എനിക്കത് മതി. നോക്കൂ വർഷ, പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന് രേവതി പറയുന്നുണ്ട്. സെൻറ്റിമെൻ്റലായിട്ട് നിങ്ങൾ നന്നായി സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സീരിയലിലും സിനിമയിലൊക്കെ നന്നായി അഭിനയിക്കാം. ഞാൻ വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്ത് ചാൻസ് വാങ്ങിത്തരാം എന്ന് വർഷ പറയുന്നുണ്ട്. നീ എന്താ എന്നെ കളിയാക്കുക? നിന്നെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. കല്യാണം കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നോക്കുമെന്ന് രേവതി പറയുന്നുണ്ട്. അത് കേട്ട് വർഷ പറയാണ്, ഞാൻ എന്തിനാ അഡ്ജസ്റ്റ് ചെയ്യണം? ഇതെന്താ ബിസിനസ്സോ മറ്റോ ആണോ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ? എനിക്കതിനൊന്നും പറ്റില്ല എന്ന് വർഷ പറയാണ്. ഫാമിലിയോടൊപ്പം കഴിയാൻ നിനക്ക് പറ്റത്തില്ല, എന്നാൽ ശ്രീകാന്തിനോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? അതും പറ്റത്തില്ല. പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിവാഹം കഴിച്ചത്? പ്രണയിച്ച് വിവാഹം കഴിച്ചു. ഇപ്പോൾ നിനക്ക് മടുത്തു. നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ പോവുക എന്ന് പറഞ്ഞ് രേവതി എഴുന്നേറ്റ് പോവുകയാണ്. പക്ഷെ വർഷ നിക്ക് ചേച്ചി എന്ന് പറഞ്ഞ് പിന്നാലെ ഓടുന്നുണ്ട്. തിരിഞ്ഞു നിന്ന് രേവതി പറയുന്നുണ്ട്, നീ പറയുന്നത് ഞാൻ കേൾക്കണം, എന്നാൽ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലല്ലോ. ഞാൻ ഇങ്ങോട്ട് വരരുതായിരുന്നു. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ വന്നുപോയി. ഇനി നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ ഒരു ഒഴിഞ്ഞു കൊന്നുണ്ട്, അതിന് മുകളിൽ കയറി നിന്ന് പറ. എന്നെ അങ്ങ് വിട്ടേക്ക് വർഷ എന്ന് പറയാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഞാൻ പറയുന്നത് എന്താ ചേച്ചിക്ക് മനസ്സിലാവാത്തേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് വർഷേ. കല്യാണം കഴിച്ച് നിനക്ക് നിൻ്റെ അച്ഛനമ്മമാർ എല്ലാം നടത്തി തന്നിട്ടുണ്ടാവും. അതാണ് പ്രശ്നമായത്. നിൻ്റെ വാശിയും ആഗ്രഹവും നിനക്ക് നടക്കണം. നിനക്കാണെങ്കിൽ മറ്റാരെക്കുറിച്ചോ ഒരു ചിന്തയുമില്ല. ശ്രീകാന്ത് നീ പറയുന്നത് അനുസരിച്ച് ജീവിക്കണം, അതാണ് നിൻ്റെ മനസ്സിൽ. എനിക്കല്ല, നിനക്കാ പറഞ്ഞാൽ മനസ്സിലാവാത്തത്. ഒരിക്കൽ നീ എന്നെ ബലിയാടാക്കിയതാ. നമ്മൾ രണ്ടാളും രണ്ട് ധ്രുവങ്ങളിലാണ്. എൻ്റെ ലോകം വേറെ, നിൻ്റെ ലോകം വേറെ എന്ന് പറഞ്ഞ് രേവതി പുറത്തേക്ക് പോവുകയാണ്. വർഷ പുറത്തേക്ക് വരുമ്പോൾ അവിടെ റോഷൻ വർഷയെ കാത്തു നിൽക്കുന്നുണ്ടാവും. റോഷൻ്റെ കയ്യിലൊരു ബോട്ടിലുണ്ട്. അപ്പോൾ വർഷയോട് പറയാണ്, നിനക്ക് സുഖമാണോ? ഇനിയുള്ള കാലം നിനക്കത്ര സുഖമായിരിക്കത്തില്ല. എൻ്റെ കയ്യിലുള്ളത് ആസിഡാണെന്ന് പറയാണ്. അത് കണ്ട് വർഷ പേടിക്കുകയാണ്. നീ എന്നെ ചതിച്ചു. നീ ഇനി ഒരിക്കലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല വർഷയെന്ന് റോഷൻ പറയാണ്. സുന്ദരമായ നിൻ്റെ ഈ മുഖത്തേക്ക് എല്ലാവരും ഇനി ഒരു വെറുപ്പോടു കൂടി മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് റോഷൻ ബോട്ടിൽ തുറന്ന് വർഷയുടെ മുഖത്തേക്ക് ഒഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഒരു കല്ല് വന്ന് റോഷൻ്റെ കയ്യിൽ എറിയുകയും അത് ബോട്ടിൽ താഴെ വീഴുകയും ചെയ്യുകയാണ്. റോഷൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് രേവതി ആയിരിക്കും. രേവതി ഒരു കല്ലെടുത്ത് റോഷനെ എറിയുന്നതാണ്. അങ്ങനെ വർഷയെ രക്ഷിക്കുകയാണ്. അങ്ങനെ അവിടെ കൂടിക്കിടന്ന കല്ലെടുത്ത് രേവതി എറിഞ്ഞ് റോഷനെയും സംഘത്തെയും അവിടുന്ന് ഓടിക്കുകയാണ്. വർഷ രേവതിയെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ? ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണോ അതോ കൂട്ടുകുടുംബമായി ജീവിക്കുന്നതാണോ നല്ലത്? ഇപ്പോൾ ഞാൻ നിന്നെ രക്ഷിച്ചു. നീ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? കൂട്ടുകുടുംബമാവുമ്പോൾ ഇതുപോലെ നമുക്ക് ചുറ്റും എപ്പോഴും ആളുകളുണ്ടാവും, നമ്മളെ രക്ഷിക്കാനും സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഒക്കെ. കരയാതെ വർഷേ, വാ നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ് രേവതി വർഷയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. വീട്ടിലെത്തിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുകയാണ് രേവതി വർഷയ്ക്ക്. ഇവനുമായിട്ടാണോ നിൻ്റെ വിവാഹം ഉറപ്പിച്ചിരുന്നത് എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അതേന്ന് വർഷ പറയുന്നുണ്ട്. നിശ്ചയിച്ച വിവാഹം നടന്നില്ലെങ്കിൽ വേറൊരു വിവാഹം കഴിക്കുകയല്ലേ വേണ്ടത്? ദ്രോഹി, ഓടിക്കളഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ ഇഷ്ടിക കൊണ്ട് അവൻ്റെ തലമണ്ട പഠിച്ച് പൊട്ടിച്ചേനെ എന്ന് പറയുകയാണ് രേവതി. സങ്കടം വന്ന് വർഷ നന്നായി കരയുന്നുണ്ട്. നീ കരയാതെ വർഷേ, ഞാൻ നിനക്കൊരു ഗ്ലാസ് ചായ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് രേവതി അകത്തേക്ക് പോവുകയാണ്. അടുക്കളയിലെത്തി പാലില്ലേ വർഷയെന്ന് ചോദിക്കുകയാണ് രേവതി. എനിക്കറിയില്ല ചേച്ചി എന്ന് വർഷ മറുപടി പറയുന്നുണ്ട്. പാചകമൊക്കെ ശ്രീകാന്തായിരിക്കുമല്ലേ? അവൻ്റെ കൂടെ നീയും സഹായിക്കണം കേട്ടോ, എങ്കിലല്ലേ നിനക്കും ഇതൊക്കെ പഠിയൂ. പിന്നെ ശ്രീകാന്തിനെ ഞാൻ വിളിച്ചിരുന്നു, അവനിങ്ങോട്ട് വരുന്നുണ്ട്. ഈ തേയിലും പഞ്ചസാരയൊക്കെ എവിടെ വർഷയെ വെച്ചിരിക്കുന്നത് എന്ന് രേവതി ചോദിക്കുമ്പോൾ വർഷ വിൽക്കുകയാണ് കിടന്നിട്ട്, അവൾക്ക് പറയാൻ അറിയുന്നില്ല. അപ്പോൾ അത് കേട്ട് രേവതി പറയുന്നുണ്ട്, ഓ ശ്രീകാന്തിനായിരിക്കും അറിയത്തുള്ളൂ അല്ലേ?
കുഴപ്പമില്ല, ഞാൻ നോക്കിയെടുത്തോളാം എന്ന് രേവതി പറയാണ്. അങ്ങനെ വർഷ വിഷമിച്ചിരിക്കുന്നത് കണ്ട് രേവതി അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, വർഷേ നിനക്കിപ്പോൾ മനസ്സിലായോ ഒറ്റയ്ക്ക് കഴിയുന്നതിൻ്റെ, രണ്ടുപേരും ഒറ്റയ്ക്ക് കഴിയുന്നതിൻ്റെ വിഷമം? കുടുംബത്തോടൊപ്പം കഴിയുമ്പോൾ സംരക്ഷണം മാത്രമല്ല, നമുക്ക് സന്തോഷവും കരുതലും എല്ലാം കിട്ടും. എൻ്റെ ഭർത്താവ് എന്നെ വഴക്ക് പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്, ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ അമ്മായിമ്മയ്ക്ക് എന്നെ കണ്ണെടുത്ത എന്നെ കണ്ടൂടാ, എന്തിനും ഏതിനും വഴക്ക് പറയും എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കാറുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെയും കൂട്ടി ഞാൻ വേറെ വീട്ടിൽ പോയി താമസിക്കാറുണ്ടോ? എന്ത് സംഭവിച്ചാലും എൻ്റെ വീട് എൻ്റെ ഭർത്താവിൻ്റെ വീടാണ്, എൻ്റെ കുടുംബം. നീയും അങ്ങനെ തന്നെ ചിന്തിക്കണം. അതാണ് നിൻ്റെ കുടുംബം വർഷ. നിങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരണം, നമുക്ക് അവിടെ താമസിക്കാം. നിങ്ങളിവിടെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നിൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ വന്നവൻ വീണ്ടും വരും എന്ന് രേവതി പറയുമ്പോൾ വർഷം ഞെട്ടുന്നുണ്ട്. കുടുംബമായിട്ട് കഴിയുമ്പോൾ അവനക്ക് വരാൻ കഴിയില്ല, അവനക്ക് പേടിയുണ്ടാവും. ഒന്നുകിൽ നീയും ശ്രീകാന്തും കൂടി നിൻ്റെ വീട്ടിൽ കഴിയുക, അല്ലെങ്കിൽ നമ്മോടൊപ്പം ഞങ്ങളുടെ വീട്ടിൽ കഴിയുക. നിങ്ങളിവിടെ കഴിയുന്നത് അത്ര സുരക്ഷിതമല്ല. നിങ്ങളുടെ കാര്യം ഞാൻ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം എന്ന് പറയാണ് രേവതി. ചേച്ചിയുടെ ഹസ്ബൻഡ് സച്ചി എന്ന് വർഷ പറയാണ്. അപ്പോൾ രേവതി പറയുന്നത്, അതിനെന്താ വർഷേ, സച്ചിയേട്ടൻ വീട്ടിൽ ഉണ്ടായാലെന്താ, അദ്ദേഹം ഒരു മനുഷ്യനല്ലേ എന്ന് രേവതി ചോദിക്കുകയാണ്. സച്ചിയേട്ടൻ പാവമാണ്, ദേഷ്യം വന്നാൽ അദ്ദേഹം അത് പ്രകടിപ്പിക്കും. നീ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടില്ല. സച്ചിയേട്ടനെ പോലെ വേറൊരു നല്ല മനുഷ്യനെ നീ കണ്ടിട്ടുണ്ടാവില്ല. അദ്ദേഹം ശ്രീകാന്തിനെ തല്ലി എന്നെ വഴക്ക് പറഞ്ഞു എന്ന് വർഷ പറയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ശ്രീകാന്ത് അദ്ദേഹത്തിൻ്റെ അനിയനാ, അത്രയ്ക്ക് ഇഷ്ടം അനിയനോട്. ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുള്ള വിഷമം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ പുറത്ത് കാണുന്നത് പോലെയൊന്നും അല്ല സച്ചിയേട്ടൻ, അകത്ത് നല്ലൊരു ഹൃദയമുള്ള ആളാണ്. അച്ഛനെന്ന് പറഞ്ഞാൽ ജീവനാണ് അദ്ദേഹത്തിന്. അച്ഛൻ സങ്കടപ്പെടുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്ന് നീ വീട്ടിൽ വരുമ്പോൾ നിനക്ക് മനസ്സിലാവും. അയ്യോ, ചായ തിളച്ച് കാണുമെന്ന് പറഞ്ഞ് രേവതി കിച്ചണിലേക്ക് പോവുകയാണ്. വർഷയും രേവതിയും കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകാന്ത് ഓടി വരുന്നുണ്ട്. വർഷ ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. ശ്രീകാന്ത് സമാധാനിപ്പിക്കുന്നുണ്ട്. വർഷ നീ കരയാതെ, ഞാൻ ആകെ പേടിച്ചു ശ്രീകാന്ത് എന്ന് വർഷ പറയുന്നുണ്ട്.